അയ്യാ വണക്കം. എടാ എന്തൊക്കെയാടായി കേരളത്തിൽ നടക്കുന്നത്? അല്ല, എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കുന്നത്, എന്തൊക്കെയായി കേരളത്തിൽ നടക്കുന്നത്? സപ്ലൈകോ വഴി കൊടുക്കേണ്ട അരിയാണെങ്കിൽ രൂപമാറ്റം വരുത്തി കെ റൈസ് എന്ന് പറഞ്ഞ് ഇറക്കുന്നു. 4800 കോടി രൂപ സ്മാർട്ട് മീറ്ററിന് കേന്ദ്രം കടമെടുത്തു കൊള്ളാൻ പറഞ്ഞു. ആ തുക വകമാറ്റിയിട്ട് നമ്മളിവിടെ സ്മാർട്ട് മീറ്റർ നിർമ്മിച്ചു കൊള്ളാമെന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലെ CITU-കാരന്മാർ പറയുന്നു. കടമാണെങ്കിൽ കയറി മുടിഞ്ഞ് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. എന്തൊക്കെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? അല്ലെ, എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ കെ റൈസ് വന്നിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ഭാരത് അരി എന്ന് പറയുന്ന അരിക്ക് ബദലായിട്ട് ബെഗേഴ്സ് ഹാവ് നോ ചോയ്സ്. അതായത് ഒരു പിച്ചക്കാരന് ഒരു ചോയ്സും ഇല്ല. പിച്ച എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പിച്ചക്കാരൻ്റെ ചോയ്സ്. അതുകൊണ്ട് അമ്മാ തായേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആന്ധ്രാപ്രദേശിൻ്റെ മുമ്പിൽ ചെന്ന് അടിയൻ എന്ന് പറഞ്ഞ് നിന്നുകൊണ്ട് നമ്മുടെ പിണറായി സർക്കാർ കെ റൈസുമായി കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, കെ റൈസുമായി കേരളത്തിലേക്ക് എത്തിയിരിക്കണം. അപ്പോൾ സപ്ലൈകോയിൽ അരി നമ്മൾ വക മാറ്റും. ആ സപ്ലൈകോയിൽ അരിയാണ് നമ്മൾ കെ റൈസായിട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. എന്ത് തന്നെയായിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബെഗേഴ്സ് ഹാവ് നോ ചോയ്സ് എന്നൊരു കാര്യം പറഞ്ഞല്ലോ. നമ്മുടെ ബാലഗോപാൽ അണ്ണൻ, നിന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പ്യാടടി എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ബാലഗോപാൽ അണ്ണൻ നമ്മൾ പ്ലാൻ ബി ഇറക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാൻ ബി. അപ്പോഴേ പല ആൾക്കാർ ചോദിച്ചു, എന്താണെന്ന ഈ പ്ലാൻ ബി? കേന്ദ്രം ഇത് തന്നില്ലെങ്കിൽ നമ്മൾ പ്ലാൻ ബി ഇറക്കും. തള്ളിനൊന്നും ഒരു കുറവുമില്ലേ. സത്യമായിട്ട് പറയണം, മനസ്സ് ഉരുകി പറയാണ്. നമ്മുടെ തോമസ് ഐസക്കാരിൽ ഇരുന്നതിൽ ഏറ്റവും മണ്ടൻ എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. തോമസ് ഐസക് അല്ല. തോമസ് ഐസക്കിന്റെ തള്ളൊക്കെ കേൾക്കണം. തള്ളെന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇന്റർനാഷണൽ ലെവലിൽ തള്ളുകളായിരുന്നു. കോവിഡ് വന്ന സമയത്ത് കേന്ദ്രം എല്ലാവർക്കും വാക്സിൻ കൊടുക്കുന്നില്ല. ഇപ്പൊ കേന്ദ്രം കേരളത്തിന് വാക്സിൻ തരാൻ റെഡിയായിരുന്നാൽ 2000-4000 കോടി നമ്മൾ കേന്ദ്രത്തിന് കൊടുക്കുന്നു. കേന്ദ്രം നമുക്ക് വാക്സിൻ തരുന്നു, എല്ലാവരും കുത്തിവെക്കുന്നു, കേരളം പഴയ രീതിയിലാകുന്നു എന്ന് പറഞ്ഞ വേട്ടാവളയനാണ് അവസാനം കേന്ദ്രം വാക്സിൻ ഫ്രീ ആയിട്ട് തന്നില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചത്. കേന്ദ്രം ഫ്രീ ആയിട്ട് കൊടുത്തപ്പോഴോ പല MP-മാരും MLA-മാരും ഇവിടെ ബോർഡ് വെച്ചിരുന്നത് ഇതാ പിണറായി സർക്കാരിൻ്റെ കെ വാക്സിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ നമ്മുടെ ബാലഗോപാലന്റെ പ്ലാൻ ബി എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വേറൊന്നുമല്ല. വൈഷ്ണവ ജനതോ എന്ന് പറഞ്ഞ് നമ്മുടെ ബാലഗോപാലണ്ണൻ പല സംസ്ഥാനങ്ങളുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് ഇങ്ങനെ കൈ നീട്ടും. അരി തരൂ, പൊരി തരൂ, ശർക്കര തരൂ, ഉണ്ട തരൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ആന്ധ്രാപ്രദേശിൽ നിന്നും ഇപ്പോൾ കടമായിട്ട് വാങ്ങിയ അരിയാണ് കെ റൈസ് എന്ന് പറഞ്ഞ് ഇവിടെയുള്ള ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുറുവ അരിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 41 രൂപ ആന്ധ്രാപ്രദേശിൽ നിന്നും വാങ്ങി ഇവിടെ 30 രൂപയ്ക്കാണ് പല ആൾക്കാർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് അത് കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. അവർക്കത് എവിടെ നിന്ന് കിട്ടുന്നു എന്നറിയാം. സർക്കാർ അവർക്കത് കൊടുക്കണം. അത് സർക്കാരിന്റെ കടമയാണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ അറിയാൻ പാടില്ലാത്ത ചോദിക്കുകയാണ്, ഈ കടമായിട്ട് വാങ്ങിച്ച ഈ അരിയില്ലേ, ഈ അരിയുടെ പൈസ ആര് കൊടുക്കും? പറ. അതായത് ഈ കടമായിട്ട് നിങ്ങൾ വാങ്ങിച്ച അരിയുടെ പൈസ ആര് കൊടുക്കും? ഇപ്പൊ തന്നെ ശമ്പളത്തിന് പൈസ ഇല്ല, സുപ്രീം കോടതി വല്ലതും തരണേ, കേന്ദ്രത്തിനോട് പറയണേ എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി ചെന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ കേരള സർക്കാർ സുപ്രീം കോടതിയുടെ മുമ്പിൽ ചെന്ന് യാചിക്കുകയായിരുന്നു, കേന്ദ്രത്തിനോട് വല്ലതും തരാൻ പറയണേ, നമ്മുടെ കയ്യിലൊന്നുമില്ല, ഇനിയും ട്രഷറി ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ അത് പൂച്ച പെറും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ബഹളമായിരുന്നു സുപ്രീം കോടതി ചെന്ന്. അപ്പോൾ സുപ്രീം കോടതി കേന്ദ്രത്തിനോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇവിടെ അത് പ്രചരിപ്പിച്ചിരിക്കുന്നത് കൊടുക്കടാ നമ്മുടെ കേരളത്തിന് എന്നുള്ള രീതിയിലാണ്. അത് ദേശാഭിമാനി മാത്രം വായിക്കുന്നവരെ കുഴപ്പമാണ്. സത്യം പറഞ്ഞാൽ സുപ്രീം കോടതി കേന്ദ്രത്തിനോട് അപേക്ഷിക്കുകയാണ് ചെയ്തത്, വല്ലവും കൊടുക്കടേ, പാവം കഞ്ഞി കുടിച്ച് പോട്ട്, കേരളം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭാഗമാണല്ലോ, ഒരു വകയില്ല, എന്തെങ്കിലും ഒന്ന് കൊടുത്തു വിടടേ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അടുത്ത വർഷം എടുക്കാനുള്ള കടം ഈ വർഷം നമ്മുടെ കേരളത്തിന് എടുക്കാനായിട്ട് സാധിച്ചത്. ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ഏറ്റവും വലിയ മണ്ടൻ എന്ന് പറയുന്നത് തോമസ് ഐസക്കായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ തിക്തഫലങ്ങൾ നമ്മുടെ ബാലഗോപാൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 34,000 കോടി രൂപയാണ് ഈ വർഷം കേരളത്തിന് കടമെടുക്കാനായിട്ട് കിട്ടിയത്. 34,000 കോടി രൂപ. ഈ 34,000 കോടി രൂപയിൽ കിഫ്ബി എന്ന് പറയുന്ന ഒരു യമണ്ട സാധനം നമ്മുടെ തോമസ് ഐസക്ക് തുറന്നു വെച്ചിരുന്നു. എല്ലാം കിഫ്ബി തരും എന്ന് പറഞ്ഞാണ് തോമസ് ഐസക്ക് തുറന്നു വെച്ചിരുന്നത്. പക്ഷെ കിഫ്ബി ഇപ്പൊ കടം കയറി കടത്തിന് മേലെ കടമായി, വലിയ രീതിയിൽ കടമായി. ഇപ്പം കേരളത്തിന്റെ മുകളിൽ ഒരു വാള് പോലെ തൂങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് കേന്ദ്രം പറഞ്ഞത് 34,000 കോടി രൂപ നിങ്ങൾ കടമെടുക്കുന്നുണ്ടല്ലോ, ആ കടത്തിൽ നിന്ന് കിഫ്ബിയുടെ ഒരു ഭാഗം ഞങ്ങളങ്ങ് കട്ട് ചെയ്യും. അതായത് കിഫ്ബിയുടെ ഒരു ഭാഗത്തിന്റെ കടം ഞങ്ങൾ ഇങ്ങോട്ട് പിടിക്കും എന്നാണ് പറഞ്ഞത് നമ്മുടെ
കേന്ദ്ര സർക്കാർ. പക്ഷേ കേരള സർക്കാർ പറയുന്നത് അതൊക്കെ പുറത്തുള്ള കടമാണ്, അകത്തുള്ള കടമാണ്, രേഖ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് രേഖ, ഒന്നും പറയുന്നില്ല. കേരള സർക്കാർ കേന്ദ്രത്തിനോട് ഒന്നും പറയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ കിഫ്ബിയിൽ നിന്നുമുള്ള ഒരു ഭാഗം കട്ട് ചെയ്തപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള കടമെടുപ്പ് പരിധി കുറഞ്ഞു. ഈ കടമെടുപ്പ് പരിധി കുറഞ്ഞത് മാത്രമല്ല പ്രശ്നം, കിഫ്ബിയുടെ മൊത്തം ഭാഗവും കേന്ദ്രം കട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചെങ്കിൽ കേരളത്തിന് ഒരു രൂപ പോലും കടമെടുക്കാൻ കിട്ടൂലായിരുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ഇനി ഈ 13,608 കോടി ഇപ്പൊ സുപ്രീം കോടതി കേന്ദ്രത്തിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്ന് കൊടുത്തു വിടറേ പാവങ്ങളല്ലേ എന്ന് പറഞ്ഞ ഈ 13,608 കോടി രൂപയിൽ കേന്ദ്രത്തിന്റെ കയ്യിൽ എത്ര കോടി രൂപ കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? കേരളത്തിന്റെ കയ്യിൽ കിട്ടാൻ പോകുന്ന പൈസ എന്ന് പറയുന്നത് 8,000 ചില്ലുവാനം കോടിയാണ്. അപ്പൊ ബാക്കി 4,000 ചില്ലുവാനം കോടി എവിടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പറഞ്ഞു തരാം. ഈ 4,000 ചില്ലുവാനം കോടി എന്ന് പറയുന്നത് സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാനായിട്ട് ഉള്ള സാധനമാണ്. വൈദ്യുതി ബോർഡിൽ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാനായിട്ടാണ് നമ്മുടെ ബി അശോക്, അന്ന് വൈദ്യുതി ബോർഡിന്റെ ആളായിരുന്ന ബി അശോക് പറഞ്ഞ് കേന്ദ്രത്തിലോട്ട് കാര്യങ്ങളൊക്കെ എത്തിച്ച് ടോട്ടക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് സ്മാർട്ട് മീറ്ററുകൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വൈദ്യുതി ലീക്കേജ് പല ഭാഗത്തു നിന്നും തടയാനായിട്ട് പറ്റും. ഇപ്പോൾ ഉള്ള ഈ ഡിമാലഗുണ്ടം മീറ്ററൊക്കെ വെച്ചിട്ട് വൈദ്യുതി ലീക്കേജ് ഒന്നും തടയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് വൈദ്യുതി ചോർന്ന് പൊക്കോണ്ടേയിരിക്കും. അപ്പൊ സ്മാർട്ട് മീറ്റർ നമുക്ക് കൊണ്ടുവന്നാൽ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് നമ്മുടെ ഇപ്പോഴിരിക്കുന്ന വൈദ്യുതി മന്ത്രിയൊക്കെ നല്ല ആവേശഭരിതനായി ചാടി ഇറങ്ങി ഇങ്ങനെ കേന്ദ്രത്തിലോട്ട് ചാടിത്തുള്ളി പോയതാണ്. അങ്ങനെ സ്മാർട്ട് മീറ്ററിനുള്ള കാര്യം കേന്ദ്രത്തിന് ഇഷ്ടപ്പെട്ടു. കാരണം നല്ലൊരു സംഭവമാണല്ലോ, നമ്മൾ പൈസ കൊടുക്കണമല്ലോ പാവങ്ങൾ, അത് കേന്ദ്രം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 4,608 കോടിയോ 4,862 കോടിയോ കേന്ദ്രം അനുവദിച്ചു. കേന്ദ്രം അനുവദിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിനകത്തുള്ള നമ്മുടെ CITU-കാരന്മാർ, അതായത് ഇലക്ട്രിസിറ്റിക്കകത്തുള്ള ട്രേഡ് യൂണിയൻകാരന്മാർ ചാടി ഇറങ്ങിയത്. ഇത്തരത്തിലുള്ള കുത്തക ബൂർഷ കമ്പനിമാരെ കൊണ്ടുവന്ന് കേരളത്തിനെ തകർക്കാനായിട്ട് നോക്കണ്ട, ഇതൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിക്കൊള്ളാന്ന് പറഞ്ഞ് ഏറാമുക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് ഒരു പ്രമേയം അങ്ങോട്ട് ഇറക്കി. അങ്ങനെ അതിന് തുരങ്കം വെച്ചു. പക്ഷേ മന്ത്രിക്ക് ഇപ്പോഴും വളരെ വലിയ വിഷമവും ദേഷ്യവും ആ കാര്യത്തിലുണ്ട്. ഇവന്മാർ ഒരു കാരണവശാലും കേരളത്തിനെ കര കയറാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ മന്ത്രി അത് തുറന്നു പറയില്ല. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്രി അപ്പോൾ ഒഴിഞ്ഞു മാറും. പക്ഷേ അതൊക്കെ നമ്മുടെ സോഴ്സ് വെച്ച് നമ്മളിങ്ങ് പിടിച്ചെടുക്കും എന്നുള്ളത് വേറൊരു കാര്യം. ഇനി ഇതിൽ ഈ 4,862 കോടി കഴിഞ്ഞിട്ടുള്ള ബാക്കി തുക മാത്രമേ 13,608 കോടിയിൽ ഇപ്പോഴും കേരളത്തിന് കിട്ടൂ. അങ്ങനെ കടമെടുത്ത് മുടിഞ്ഞ് നെല്ലി പലക കണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രത്തിനെ വെല്ലുവിളിക്കാനായിട്ട് ഭാരതരിക്ക് പകരമായിട്ട് റൈസ് കൊടുക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ കേന്ദ്രവുമായിട്ടൊന്ന് യോജിച്ചു പോയാൽ എന്താ? അരി കേന്ദ്രം തരുന്നുണ്ടല്ലോ, ഭാരതരി. അപ്പം നമ്മളെന്ന് പറയുന്നത് ദരിദ്രനാണ്. ഒരു ദരിദ്രന് പണക്കാരനാവാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് ദരിദ്രനാണെന്ന് അംഗീകരിക്കലാണ്. എനിക്ക് 5 രൂപയുടെ വരുമാനമേ ഉള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ 5 രൂപയുടെ ചെലവ് മാത്രമേ വരികയുള്ളൂ. 5 രൂപയുടെ വരുമാനമേ ഉള്ളൂ, പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ 5,000 രൂപയുടെ വരുമാനം ഉണ്ടെന്ന് കാണിക്കണം എന്ന് വിളിച്ച് നടന്നു കഴിഞ്ഞാൽ യാതൊരുവിധ കാര്യവും നടക്കില്ല എന്ന് കേരളം ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇനി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പൈസ കിട്ടുന്നില്ല, അതിന് നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം തുരുമ്പെടുത്ത വാൻ്റെ മൂട്ടിയിൽ നിന്ന് ഉറങ്ങുന്ന ആർക്കും പൈസ കിട്ടേണ്ടതായിട്ടുള്ള യാതൊരുവിധ ആവശ്യമില്ല. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യമല്ല പറയുന്നത്, ഏറെക്കുറെ ഈ ട്രേഡ് യൂണിയനും അതും ഇതും ചപ്പും ചവറും കൊണ്ട് നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ ഗവൺമെന്റ് ഓഫീസുകളും എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി കടമെടുക്കുന്ന പൈസ തരുന്നത് ആരാണ്? ഈ കടം കേരള സർക്കാർ എടുക്കുന്നുണ്ടല്ലോ, ഇത് തരുന്നത് ആരാണ്? ഇത് കേന്ദ്രമല്ല തരുന്നത്. കേന്ദ്രം പോയി മരം ഇങ്ങനെ കുലുക്കിയിട്ടിട്ട് തരുന്ന സംഭവമല്ല. ഈ കടമെടുക്കുന്ന പൈസ തരുന്നത് ഗവൺമെന്റിന്റെ ഈ കടപ്പത്രവും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഗവൺമെന്റിന്റെ സംഭവമാണല്ലോ എന്ന് പറഞ്ഞ് ഇന്റർനാഷണൽ ആയിട്ടുള്ള പല കമ്പനികളുമാണ് നമുക്ക് കടം തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗവൺമെന്റ് കടപ്പത്രമൊക്കെ കൊടുക്കുമ്പോൾ ഈ കടം വരുമ്പോൾ ഗവൺമെന്റ് ഈ കടം തിരിച്ചടച്ചില്ലെങ്കിൽ പിന്നെ കേരളത്തിനോട് ആരും ചോദിക്കില്ല. പിന്നെ മോദിയുടെ കൊത്തിന് വന്ന് പിടിക്കും പല ആൾക്കാരും. എവിടെ കടം എന്ന് ചോദിച്ച്, കടം തന്ന പൈസ എവിടെയെന്ന് ചോദിച്ചു വന്ന് പിടിക്കും. അങ്ങനെ പിടിക്കുമ്പോൾ കേരള സർക്കാരിന് വേണ്ടി കേന്ദ്ര സർക്കാർ പല കാര്യങ്ങളിലും പൈസ തിരിച്ചടച്ച പല സംഭവങ്ങളും ഉണ്ട്. അങ്ങനത്തെ പല സംഭവങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ കേന്ദ്രം കേരളത്തിന് തടയിട്ടിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. 2013 UPA സർക്കാർ കൊണ്ടുവന്ന ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഉണ്ട്. അതായത് ഗുണമേന്മയുള്ള ഭക്ഷണം മാത്രമേ ജനങ്ങൾക്ക് കൊടുക്കാവൂ എന്നുള്ള ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഉണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പരിശോധിക്കുകയാണെങ്കിൽ അന്ന അന്ത്യോദയ പദ്ധതി വഴി 35 കിലോ അരിയാണ് 68% ആൾക്കാർക്ക്. 142 കോടി ജനങ്ങളാണ് നമുക്കുള്ളത്. ഇതിൽ 65% ആൾക്കാർക്ക് അന്ന അന്ത്യോദയ പദ്ധതി വഴിയാണ് കേന്ദ്ര സർക്കാർ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഹ്യൂജ് ആയിട്ടുള്ളൊരു പോപ്പുലേഷൻ വരും. അങ്ങനെ ഒരാൾക്ക്, അതായത് ഒരു കുടുംബത്തിന് 35 കിലോ അരിയാണ് കേന്ദ്രം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 35 കിലോ അരി കേന്ദ്രം കൊടുക്കുമ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ അതെടുത്ത് വക മാറ്റുന്നുണ്ടോ എന്ന് ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ?
അത് അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ അന്നം ഇത് കേരള സർക്കാരിൻ്റെ കയ്യിലൂടെയാണ് റേഷൻ കടകൾ വരികയാണ് പല ആൾക്കാർക്കും എത്തുന്നത്. അങ്ങനെ എത്തുമ്പോൾ ഈ 35 കിലോ അരി ഒരു കുടുംബത്തിന് ഒരു മാസം വേണ്ട എന്ന് നമുക്കറിയാമല്ലോ. ഒരു 4 പേരടങ്ങുന്ന കുടുംബത്തിന് 35 കിലോ അരി എന്തിനാണ്? അപ്പോൾ ആ അരി വക മാറ്റുന്നുണ്ടോ എന്നുള്ള സംശയം കേന്ദ്രത്തിന് അതിഭീകരമായിട്ടുണ്ട്. പിന്നെ ഈ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ കാര്യം ഞാൻ പറയാനായിട്ടുള്ള കാരണം സപ്ലൈകോയിലെല്ലാം കിടക്കുന്നത് യാതൊരുവിധ ഗുണമേന്മയും ഇല്ലാത്ത ഭക്ഷണ സാമഗ്രികളാണ് എന്നുള്ള വലിയ ആരോപണം ജനങ്ങൾക്കിടയിൽ തന്നെ ഉള്ളതുകൊണ്ടാണ്. ഉദാഹരണത്തിന് ചെറുപയർ എടുക്കാം. സപ്ലൈകോയിൽ നിന്ന് കൊണ്ടുവരുന്ന ചെറുപയറും സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന ചെറുപയറും നമ്മളൊന്ന് കഴുകിയാൽ മാത്രം മനസ്സിലാകും അതിൻ്റെ ഉള്ളിലെ ക്വാളിറ്റി എത്രയാണെന്നുള്ളത്. അത് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്ന ഒരു കാര്യമാണ്. സർക്കാർ എത്ര മറച്ചു വെച്ചാലും പിന്നെ സപ്ലൈകോയ്ക്ക് ഇപ്പം തന്നെ കൊടുക്കാനായിട്ട് അതിഭീകരമായിട്ടുള്ള കടമുണ്ട്. അതുകൊണ്ട് സപ്ലൈകോയിൽ ഇപ്പോൾ ഭക്ഷണ സാമഗ്രികൾ എത്തുന്നില്ല എന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. 1996 കേന്ദ്രം സംഭരിച്ചാലും സംസ്ഥാനങ്ങൾക്കും നെല്ല് സംഭരിക്കാം എന്നുള്ള നിയമം പുറത്തു വരികയാണ്. കേന്ദ്രം നെല്ല് സംഭരിക്കുന്നത് ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്. പക്ഷേ കേരളം അല്ലെങ്കിൽ സംസ്ഥാനം ഈ നെല്ല് സംഭരിക്കുമ്പോൾ സംഭരിച്ചതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ കേന്ദ്രം പറഞ്ഞ പൈസ തരും. പക്ഷേ കേന്ദ്രം ആദ്യം തന്നെ പൈസ കൊടുത്താലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ അടുത്ത് വക മാറ്റിക്കളയും. അതുകൊണ്ടാണ് ആദ്യം തന്നെ പൈസ കൊടുക്കാത്തത്. ഇപ്പോൾ പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വരുന്നില്ല. അതെന്തുകൊണ്ടാണ് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വരാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്രം കേരളത്തിന് കൊടുത്ത പല പൈസയും കേന്ദ്രം എടുത്ത് വക മാറ്റി ചെലവഴിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരും എന്നുള്ളതുകൊണ്ടാണ് ഓഡിറ്റ് റിപ്പോർട്ട് നമ്മുടെ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ പുറത്തുവിടാത്തത്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. കേന്ദ്രം കൊടുത്തത് പലതും വക മാറ്റി ചെലവഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ വയറ്റത്തടിയും നെഞ്ചത്തടിയുമായിട്ട് നേരെ കേന്ദ്രത്തിൻ്റെ അടുത്ത് നിന്ന് നരേന്ദ്രമോദിയുടെ കാലിൽ സാഷ്ടാംഗം നമസ്കരിച്ച് നിൽക്കുകയാണ് നമ്മുടെ കേരള സർക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ റൈസ് കൊടുക്കുന്നത്. വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ റൈസ് കടമായിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഈ പൈസ എങ്ങനെ കൊടുക്കും? ഈ പൈസ നിങ്ങൾ കൊടുക്കുമോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും നിങ്ങൾ വരുന്ന പൈസ വക മാറ്റി അത് അടച്ചു തീർക്കുമോ? അല്ലെങ്കിൽ വീണ്ടും കേന്ദ്രത്തിനെ പ്രഷറൈസ് ചെയ്ത് കടമെടുക്കണം, നമുക്ക് ഇനിയും കടമെടുത്താലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ പൈസ അടച്ചു തീർക്കുമോ എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റൈസിൻ്റെ പൈസ വരുന്നത് കേന്ദ്രമാവില്ലേ എന്നുള്ളൊരു ചോദ്യവും അതിനകത്തുണ്ട്. പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ആന വാ പൊളിക്കും പോലെ അണ്ണാ വാ പൊളിക്കരുത്, എങ്കിൽ വായോടെ കീറി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.